ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ +2 എക്സാമിന് വേണ്ടുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ വൈസ് ക്വസ്റ്റൻസ്, 1 മാർക്ക് ക്വസ്റ്റൻസ്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻസ്, ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങളെ തേടി എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. +2 Political Science Part A Politics in India Since Independence. ഫസ്റ്റ് ചാപ്റ്റർ ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെന്റ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ് വാസ് പെയിൻഫുൾ. ബേസ്ഡ് ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. അതായത് വിഭജന പ്രക്രിയ നടപ്പിലാക്കുക എന്നത് വളരെ പ്രയാസകരവും അതിന്റെ പ്രത്യാഘാതങ്ങൾ വേദനാജനകവുമായിരുന്നു. ഈ ഒരു പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി വിഭജന പ്രക്രിയയെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിന്റെ ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ചലഞ്ചസ് ടു നേഷൻ ബിൽഡിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ. അതായത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ 2 നേഷൻ തിയറി. എന്താണ് 2 നേഷൻ തിയറി, എന്താണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Indian National Congress established domination in the first 3 general election in India. Evaluate the performance of Congress Party in 1952, 1957 and 1962 elections. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത്. 1952, 1957, 1962 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടനം എപ്രകാരമായിരുന്നു എന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, explain the challenges involved in the establishment of a system of free and fair elections in independent India, how they were overtaken. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്രവും സുതാര്യവുമായ ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം സ്ഥാപിക്കുന്നതിലുണ്ടായ വെല്ലുവിളികളും അവയെ എങ്ങനെ മറികടന്നുവെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോയിലേഷൻ. അതായത് സാമൂഹികവും ആശയപരവുമായ ഒരു കൂട്ടം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിലയിരുത്താനും പഠിച്ചിരിക്കുക. ഓക്കെ. നെക്സ്റ്റ്, തേർഡ് ചാപ്റ്റർ, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, സെക്കൻഡ് 5-year പ്ലാൻ വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഡിസ്കസ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്, ലിസ്റ്റ് ഔട്ട് ദ മേജർ ഔട്ട്കംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5-year പ്ലാൻസ്. അതായത് ഇന്ത്യയുടെ വ്യാവസായിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ഔട്ട്കംസ്, റിസൾട്ട് എന്തായിരുന്നു എന്നും പഠിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്താണെന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ബിഫോർ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, വൈ വി അഡോപ്റ്റഡ് മിക്സഡ് എക്കോണമി. അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്ന വികസന മാതൃക എന്തായിരുന്നു എന്നും എന്തുകൊണ്ടാണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചതെന്നും പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, ഫോർത്ത് ചാപ്റ്റർ, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസ് ഓഫ് ഇന്ത്യ ചൈന വാർ ആൻഡ് എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ഇൻഡോ പാക് വാർ ഇൻ 1971 ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ കാരണം എന്താണെന്നും അതിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 3 മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി. അതായത് നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ 3 സുപ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്കസ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി. ഇന്ത്യ ഈസ് അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ആൻഡ് ഡിഡ് നോട്ട് സൈൻ NPT ആൻഡ് CTBT. വൈ, ഗീവ് റീസൺസ്. ഓക്കെ. അപ്പം ഇന്ത്യയുടെ ആണവ നയം എന്താണെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യ ആണവ വ്യാപനത്തിന് എതിരാണ്, എന്നിട്ടും NPT, CTBT എന്നിവയിൽ ഒപ്പുവെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം സഹിതം പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഫിഫ്ത്ത് ചാപ്റ്റർ, ചലഞ്ചസ് ടു ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്,
ഡിസ്കസ് ദ മേജർ ഇഷ്യൂസ് വിച്ച് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ 1969. 1969 കോൺഗ്രസ് പാർട്ടി പിളരാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫോർത്ത് ജനറൽ ഇലക്ഷൻ 1967. അതായത് 1967 നാലാമത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഓൺ 1975. അതായത് 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് സെവൻത് ചാപ്റ്റർ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ദ ആന്റി അറേക്ക് മൂവ്മെന്റ് വാസ് ഓൾസോ എ വുമൺ മൂവ്മെന്റ്. വൈ? ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഒരു വനിതാ മുന്നേറ്റം കൂടിയായിരുന്നു. എന്തുകൊണ്ടാണ്? അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ നോട്ട് ഓൺ നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ ഷോർട്ട് ഓൺ ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ്. അപ്പോൾ എന്താണ് ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ്, എന്താണ് ദളിത് പാന്തേഴ്സ് മുന്നേറ്റം എന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡിസ്കസ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് അഡ്രസ്ഡ് ബൈ ചിപ്കോ മൂവ്മെന്റ്. അതായത് ചിപ്കോ പ്രസ്ഥാനം അഭിസംബോധന ചെയ്ത സാമൂഹികവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നും വിശദീകരിക്കാനും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എയ്ത്ത് ചാപ്റ്റർ റീജിയണൽ ആസ്പിറേഷൻസ്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ കാശ്മീർ ഇഷ്യൂ. എന്താണ് കാശ്മീർ പ്രശ്നമെന്ന് വിശദമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Second question: issues of regional aspirations are varied and complex of the politics of Northeast. Identify and explain the various issues of Northeast region. അതായത് വടക്കുകിഴക്കൻ രാഷ്ട്രീയത്തിലെ പ്രാദേശിക അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വൈവിധ്യവും സങ്കീർണവുമാണ്. വടക്കുകിഴക്കൻ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിച്ച് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് 9th ചാപ്റ്റർ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇന്ത്യ ആഫ്റ്റർ 1989 വിറ്റ്നസ്ഡ് 5 ഡെവലപ്മെന്റ്സ് വിച്ച് ഹാസ് ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ അവർ പൊളിറ്റിക്സ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദം. അതായത് 1989 ശേഷം ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് പ്രധാനപ്പെട്ട 5 വികസനങ്ങളിലായിരുന്നു. ഈ വികസനങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വിശദീകരിച്ച് എഴുതേണ്ടതാണ്. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മണ്ഡൽ കമ്മീഷൻ report implemented by VP Singh government was an important landmark in the political rise of backward classes. Find out the important recommendations of the report. അതായത് VP Singh ഗവൺമെൻറ് നടപ്പിലാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ നാഴികക്കല്ലായിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തെല്ലാമാണെന്നും വിശദീകരിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പൊളിറ്റിക്സിൻ്റെ പാർട്ട് 2B ആണ്, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. സെക്കൻഡ് ചാപ്റ്റർ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ട്രേസ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിലുള്ള കാരണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഷോക്ക് തെറാപ്പി? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് കോൺസിക്വൻസ്. എന്താണ് ഷോക്ക് തെറാപ്പി എന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ US ഹെജമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ആഫ്റ്റർ ദ കോൾഡ് വാർ USA ഡൊമിനേറ്റ്സ് ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ഡിസ്കസ് ദ ഹെജമോണിക് പവർ ആൻഡ് എക്സ്പ്ലെയിൻ 3 ഏരിയാസ് ഓഫ് ഹെജമണി. അതായത് ശീതയുദ്ധത്തിന് ശേഷം USA ലോക രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മേഖലകളിലും മേധാവിത്വം സ്ഥാപിച്ചിട്ടുണ്ട്. മേധാവിത്വം എന്താണെന്നും മേധാവിത്വത്തിൻ്റെ 3 മേഖലകൾ എന്തെല്ലാമാണെന്നും വിശദീകരിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിനും 8 മാർക്കിനും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 4th ചാപ്റ്റർ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. അതായത് ദ ചൈനീസ് എക്കോണമി ഹാസ് അണ്ടർഗോൺ സെവറൽ ട്രാൻസ്ഫോർമേഷൻസ്. ഐഡന്റിഫൈ ദ ഡെവലപ്മെന്റൽ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ചൈന ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹെൽപ് ടു ബിക്കേം ആൻ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. അതായത് ചൈനയുടെ സമ്പദ്ഘടന നിരവധി പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ചൈന സ്വീകരിച്ച വികസന തന്ത്രങ്ങൾ കണ്ടെത്തി അത് എങ്ങനെ ചൈനീസ് അധികാരത്തിന്റെ ബദൽ കേന്ദ്രമാക്കി മാറ്റുന്നതിന് സഹായിച്ചു. അപ്പോൾ ഇതും പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് മിലിറ്ററി ഇൻഫ്ലുവൻസസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയന്റെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായുള്ള സ്വാധീനം എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ASEAN ഈസ് വൺ ഓഫ് ദ പ്രൊമിനന്റ് റീജിയണൽ ഓർഗനൈസേഷൻസ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. നെയിം ദ 3 പില്ലേഴ്സ് ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ASEAN. അതായത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന പ്രാദേശിക സംഘടനയാണ് ASEAN. ASEAന്റെ 3 അടിസ്ഥാന ശിലകളും അതുപോലെ തന്നെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പഠിച്ചിരിക്കുക. 5th ചാപ്റ്റർ കണ്ടംപററി സൗത്ത് ഏഷ്യ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. എക്സാമിൻ ദ റോൾ ഓഫ് സാർക്ക് ആസ് എ ഫോറം ഫോർ ഫെസിലിറ്റേറ്റിംഗ് കോപ്പറേഷൻ എമംഗ് ദ സൗത്ത് ഏഷ്യൻ കൺട്രീസ് ആൻഡ് ഐഡന്റിഫൈ ഇറ്റ്സ് ലിമിറ്റേഷൻസ്. അതായത് തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പരിപോഷിപ്പിക്കുന്ന സംഘടന എന്ന നിലയിൽ സാർക്ക് വഹിക്കുന്ന പങ്കും അതുപോലെ തന്നെ സാർക്കിന്റെ പരിമിതികൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ എഥനിക് കോൺഫ്ലിക്റ്റ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിലെ വംശീയ പോരാട്ടത്തെക്കുറിച്ചും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പാകിസ്ഥാൻ ഈസ് നോട്ട് എ സ്റ്റേബിൾ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് പാകിസ്ഥാൻ ഇൻ ബിൽഡിംഗ് എ സ്റ്റേബിൾ ഡെമോക്രസി? India-Pakistan relations are more conflicting than cooperation. Explain the main conflicting areas in India-Pakistan relations. അതായത് പാകിസ്ഥാൻ ഒരു സുസ്ഥിര ജനാധിപത്യ രാഷ്ട്രമല്ല. സുസ്ഥിരമായ ജനാധിപത്യ സംവിധാനം പടുത്തുയർത്തുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരസ്പര ബന്ധം സഹകരണത്തെക്കാൾ ഉപരി എന്താണ് സംഘർഷം നിറഞ്ഞതാണ്. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ സംഘർഷ മേഖലകൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് 6th ചാപ്റ്റർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൗ ഡു യു സപ്പോർട്ട് ഇന്ത്യസ് കാൻഡിഡേച്ചർ ഫോർ പെർമനന്റ് മെമ്പർഷിപ്പ് ഇൻ ദ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് UNO? ജസ്റ്റിഫൈ യുവർ ആർഗ്യുമെന്റ്സ്. അതായത് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കണമെന്ന വാദത്തെ ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പിന്തുണയ്ക്കുന്നു? നിങ്ങളുടെ വാദഗതികളെ ന്യായീകരിക്കുക. ഇത് 4 മാർക്കിന് കഴിഞ്ഞ വർഷവും ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചിരിക്കുക. Second question, reforming the UN means restructuring of the Security Council. Do you agree with the statement? Give arguments for or against this position. അതായത് സെക്യൂരിറ്റി കൗൺസിലിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു എന്നതാണ് UN-ന്റെ പരിഷ്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും എഴുതുക. അപ്പോൾ അതും നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 7th ചാപ്റ്റർ സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോൺ ട്രഡീഷണൽ കോൺസെപ്ഷൻ ഓഫ് security focuses on the changing nature of threats to security. Point out any 5 new sources of threats and give a brief explanation of each. അതായത് സുരക്ഷയുടെ പാരമ്പര്യേതര വീക്ഷണം സുരക്ഷാ ഭീഷണികളുടെ മാറുന്ന പ്രകൃതത്തിനാണ് ഊന്നൽ നൽകുന്നത്. പുതിയ ഭീഷണികളുടെ ഏതെങ്കിലും 5 സ്രോതസ്സുകൾ കണ്ടെത്തി അവയെക്കുറിച്ച് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് 8th ചാപ്റ്റർ എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. ബ്രീഫ് നോട്ട് ഓൺ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് പൊതുവായതും എന്നാൽ വ്യത്യസ്തമായ ഉത്തരവാദിത്തത്തെ പറ്റി എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യ റിലൈസ് ഹെവിലി ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഫോർമുലേറ്റിംഗ് ഇറ്റ് സ്റ്റാൻഡ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഇവാലുവേറ്റ് ഇന്ത്യസ് സ്റ്റാൻഡ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് രൂപപ്പെടുത്തുന്നതിൽ ചരിത്രപരമായ ഉത്തരവാദിത്തത്തിന്റെയും തത്വങ്ങളെയും വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വിശകലനം ചെയ്ത് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 9th ചാപ്റ്റർ ഗ്ലോബലൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോബലൈസേഷൻ ഹാസ് പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ കോൺസിക്വൻസ്. ഇല്ലസ്ട്രേറ്റ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. അതായത് ആഗോളവൽക്കരണത്തിന് രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ പരിണത ഫലങ്ങളുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവനയെ തെളിയിക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിന്റെ ചോദ്യമാണ്. എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, how has globalization impacted on India and how is India in turn impacting on globalization? അതായത് ആഗോളവൽക്കരണം ഇന്ത്യയിലും അതുപോലെ തന്നെ തിരിച്ചും സ്വാധീനം ചെലുത്തിയത് എങ്ങനെയാണെന്നും പഠിച്ചു വച്ചിരിക്കുക.